ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ കമിലസ് ദെ ദെല്ലിസ് ഇറ്റലിയിലെ ബുഖ്യാനിക്കോയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മാതാപിതാക്കൾ ജോൺ ഓഫ് ദെല്ലിസ്, കമില്ല കൊബേല്യോ ദെ ലൊരേറ്റോ. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ജനനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇറ്റലിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബുഖ്യാനിക്കോ. അലെന്തോ നദിയുടെ സമീപത്തായിട്ട് ധാരാളം ഒലിവ് മരങ്ങളും മുന്തിരിത്തോട്ടങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. മനോഹരമായ പ്രദേശത്ത് അമ്മയുടെ 50-ാമത്തെ വയസ്സിലാണ് ഈ മകൻ ജനിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കമിലസിൻ്റെ ജനനത്തിന് മുമ്പായിട്ട് അമ്മയ്ക്ക് ഒരു പ്രത്യേക ദർശനമുണ്ടാകുന്നുണ്ട്. ദർശനം ഇങ്ങനെയാണ്: ശരീരത്തിൽ ചുവന്ന കുരിശുള്ള തൻ്റെ മകൻ കരങ്ങളിൽ പ്രത്യേക അടയാളങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരു യുവജന സമൂഹത്തെ നയിച്ചുകൊണ്ട് പോകുന്നു. ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ തൻ്റെ കുഞ്ഞിൻ്റെ ജനനത്തിലുണ്ട്. അതും ഇങ്ങനെ അകാലത്തിൽ വാർദ്ധക്യത്തിൽ ജനിക്കുന്ന ഈ കുഞ്ഞിന് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടാകും എന്ന് ഉറപ്പുള്ള അമ്മ അവൻ്റെ ജനനം തന്നെ ഒരു പ്രത്യേക തരത്തിലേക്ക് മാറ്റുകയാണ്. എന്ന് വെച്ചാൽ ഒരു കാലിത്തൊഴുത്തിൽ ഉണ്ണീശോയുടെ ജനനവും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജനനമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന വിധം കാലിത്തൊഴുത്തിൽ പ്രസവിക്കുന്നതിന് തയ്യാറാവുകയാണ്. അവൻ ജനിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപയിലും അനുഗ്രഹത്തിലുമൊക്കെയാണ് വളരുന്നത്. പക്ഷേ അവൻ്റെ ജീവിതം വളരെ വികൃതിയായിട്ട് മാറുന്ന ഒരു രംഗം പിന്നീടുണ്ടാകുന്നു. അപ്പനൊരു പട്ടാളക്കാരനാണ്, പട്ടാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ. ഈ പട്ടാള ഉദ്യോഗസ്ഥനായ അപ്പന് മകൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ യുദ്ധത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് വളരെ ഭൗതികനായിട്ട് തന്നെ ജീവിക്കുകയാണ്. അമ്മ ദൈവവിശ്വാസമൊക്കെയുള്ള നല്ല ഭക്തയായ ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അമ്മ അധികം വൈകാതെ തന്നെ ഈ കുഞ്ഞിനെ വിട്ടുപിരിയുന്നു, അല്ലെങ്കിൽ മരിക്കുന്നു. പിന്നെ ഏതാണ്ടൊരു തരത്തിലൊരു അനാഥത്വത്തിൻ്റെ ദുഃഖം പേറിക്കൊണ്ടും ആരും അങ്ങനെ വേണ്ട വിധം ശ്രദ്ധിക്കാനില്ലാതെയുമൊക്കെയാണ് കമിലസ് വളരുന്നത്. ഒരു 13 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ അവൻ വികൃതിയുടെ അങ്ങേയറ്റത്തെത്തി. എന്ന് മാത്രമല്ല, ഒരു വലിയ യുവാവിനടുത്ത വളർച്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ തടിമെടുക്കോടുകൂടി ഒരു പോരാളിയെ പോലെ വളർന്നു വരുന്ന ഒരു മകൻ. അപ്പനും വളരെ വലിയ ആകാര സവിശേഷതകളുള്ള വ്യക്തി. യുദ്ധത്തിൽ പോയിരുന്ന യുദ്ധവീരനായ അപ്പൻ്റെ ശൈലി തന്നെയാണ് വലിയ തടിയനായ വലിയ ആകാര വലിപ്പമുള്ള ഈ മകനും തുടരാൻ ആഗ്രഹിക്കുന്നത്. രാക്ഷസൻ എന്ന് പോലും കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. പക്ഷെ നേരിട്ട് വിളിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അത്രമാത്രം തൻ്റെടിയും വലിയ ശരീരപ്രകൃതിയും ഉണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പേടി സ്വപ്നം പോലെ തന്നെയായിരുന്നു. വൈകാതെ അദ്ദേഹം പട്ടാളത്തിൽ ചേരാനായിട്ട് തീരുമാനിക്കുകയാണ്. പ്രായപൂർത്തിയായതോടുകൂടി അദ്ദേഹം പട്ടാളത്തിൽ ചേരുന്നു 1569. അപ്പനോടൊപ്പം തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. ലെപ്പന്ത യുദ്ധത്തിൽ വെച്ച് 1569 തന്നെ അപ്പൻ മരിക്കുന്നു. അപ്പൻ്റെ മരണവും അമ്മയുടെ അകാല നിര്യാണവും എല്ലാം കൂടി വന്നപ്പോഴേക്കും ഈ കമിലസിൻ്റെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുന്നു. എല്ലാ തരത്തിലും അവനൊരു വലിയ ധൂർത്തനായിട്ടും തന്നിഷ്ടക്കാരനായിട്ടും താന്തോന്നിയായിട്ടും ഒക്കെ മാറുകയാണ്. പിന്നെ പട്ടാളത്തിൻ്റെ ജീവിതവും പ്രത്യേകതകളും എല്ലാം അങ്ങനെയുണ്ട്. ലെപ്പാന്തോ യുദ്ധത്തിൽ അപ്പൻ മരണപ്പെട്ടതോടൊപ്പം തന്നെ കമിലസിന് മുറിവേൽക്കുകയും ചെയ്തു. കാലിൽ വലിയ ഒരു വ്രണമുണ്ടായി, വലിയൊരു മുറിവേറ്റു. അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി റോമിലെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലെത്തുന്നു. വിശുദ്ധ ജെയിംസിൻ്റെ നാമധേയത്തിലുള്ള ഹോസ്പിറ്റലിലെ അദ്ദേഹത്തിൻ്റെ ചികിത്സ ദൈവാനുഗ്രഹത്താൽ വളരെ ഫലപ്രദമായിരുന്നു. കാലിലെ വ്രണമൊക്കെ ഉണങ്ങി. വീണ്ടും അദ്ദേഹം പട്ടാളത്തിൽ തന്നെ ചേരുവാനായിട്ട് തീരുമാനിക്കുകയാണ്. 1571 വീണ്ടും അദ്ദേഹം പട്ടാളത്തിൽ ചേരുന്നു. പട്ടാള ജീവിതത്തിനിടയിൽ എല്ലാവിധ തിന്മകളിലും മുഴുകി.
എല്ലാവിധ തോന്നിയാസങ്ങളും ജീവിതത്തിൻ്റെ സ്വഭാവമാക്കി മാറ്റി. എല്ലാ തിന്മകളിലും മുഴുകി സ്വഭാവദൂഷ്യം കൊണ്ട് നിറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കുറേ വർഷങ്ങളൂടി അങ്ങനെ പിന്നിട്ടു. വലിയ ധൂർത്തനും കുടിയനും ദുർമാർഗിയുമായിട്ട് ജീവിച്ച ആ മനുഷ്യന് ഏതാനും വർഷം കൂടി കഴിഞ്ഞ് 1574 പട്ടാളത്തിൽ നിന്നും വിരമിക്കുന്നു. ആ വിരമിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ യുവാവ് എന്ന് പറയാൻ പറ്റും. മാത്രമല്ല, അദ്ദേഹം ചൂതുകളിയിലൂടെ തനിക്ക് ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും നശിപ്പിച്ചു. പട്ടാളത്തിലൂടെ ലഭിച്ചിരുന്ന സമ്പത്തും സാലറിയും എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന കുടുംബസ്വത്ത് മുഴുവനും ചൂതുകളിയിലൂടെ നശിപ്പിക്കുകയാണ്. അങ്ങനെ കുടിച്ചും ചൂതുകളിയിൽ ഏർപ്പെട്ടും ജീവിതം മുഴുവനും നാശത്തിന് വിധേയമാക്കിക്കൊണ്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ. ഇദ്ദേഹം ജോലിയെടുക്കുന്നതിന് പോലും പിന്നീട് സന്നദ്ധനാകുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ വെറുതെ ഭിക്ഷാടകനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന് ജോലിയെടുക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാതെ മഫർദോനിയയിലെ കത്തീഡ്രലിന് മുമ്പിൽ ഒരു ഭിക്ഷുവിനെ പോലെ ഇരിക്കുകയാണ്. ആരൊക്കെയോ എന്തൊക്കെയോ അദ്ദേഹത്തിന് ഭിക്ഷ കൊടുത്തു. പിന്നീട് അദ്ദേഹത്തെ ആരോ ഒരാൾ ഒരു മേസ്ത്രിയുടെ കയ്യാളായിട്ടുള്ള ജോലി, ഒരു ചെറിയ ജോലിക്ക് വിളിക്കുന്നു. ഏതായിരുന്നാലും അവൻ ആ ജോലി ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിസ്സാരമായ ജോലി ചെയ്തുകൊണ്ട് കായികാധ്വാനം, അതിനിടയിൽ അദ്ദേഹം ഒരു സന്യാസ സമൂഹവുമായിട്ട്, കപ്പൂച്ചിൻ സന്യാസ സമൂഹവുമായിട്ട് പരിചയപ്പെടുന്നതിനിടയാകുന്നു. കപ്പൂച്ചിൻ സന്യാസിമാരുടെ ജീവിതവും അവരുടെ വാക്കുകളും അവരുടെ ശൈലികളുമൊക്കെ എങ്ങനെയൊക്കെയോ ഈ കമില്ലസിനെ സ്വാധീനിക്കുന്നുണ്ട്. കമില്ലസ് ദെ ലെല്ലിസ് ജീവിതത്തിലെ ചില പുതിയ തിരിച്ചറിവുകളിലേക്ക് സാവധാനം എത്തുകയാണ്. മാനസാന്തരത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പുതിയ മനുഷ്യനായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ടാകുന്നു. ഇന്നലകളിൽ താൻ അനുഭവിച്ചറിഞ്ഞതൊന്നും ഒന്നുമല്ല. അവിടെയുള്ള സുഖ സൗകര്യങ്ങളൊക്കെ എല്ലാം ക്ഷണികമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട താൻ ഇല്ലെന്നായി തീരുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് സാവധാനം എത്തുന്നു. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ആരംഭിച്ചു. മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധ കമില്ലസിൻ്റെ ആത്മീയ പിതാവും കുമ്പസാരക്കാരനുമായിട്ട് വിശുദ്ധ ഫിലിപ്പ് നേരി കടന്നു വരാനിടയാകുന്നു. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ സ്വാധീനവും കുമ്പസാരത്തിലൂടെ കൊടുത്ത ഉപദേശങ്ങളുമൊക്കെ അദ്ദേഹത്തെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. അദ്ദേഹം ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൽ ചേരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ വീണ്ടും നീര് വെക്കുകയും കാലുകളിലെ വ്രണം വീണ്ടും പഴുക്കുകയും ഒക്കെ ചെയ്യുന്നു. ചികിത്സ നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ചികിത്സിക്കുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും അത് വല്ലാത്തൊരു ഗുരുതരാവസ്ഥയിലേക്ക് വരുന്നു. സന്യാസ സമൂഹത്തിൽ തുടരാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വരുന്നു. സന്യാസ സമൂഹത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുന്നു. വളരെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. സന്യാസ സമൂഹാംഗങ്ങളും മറ്റു നിർവാഹമില്ലാത്ത വിധം നിയമത്തിന് വിധേയമായിക്കൊണ്ട് അദ്ദേഹത്തെ പുറത്തേക്ക് പോകാനായിട്ട് അനുവാദം കൊടുക്കുകയാണ്. പിന്നീട് അദ്ദേഹം വീണ്ടും റോമിലെത്തിയിട്ട് വിശുദ്ധ ജെയിംസിൻ്റെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഇദ്ദേഹം ഇപ്പോൾ മാനസാന്തരപ്പെട്ട മനുഷ്യനാണ്. പണ്ടത്തെ കമില്ലസ് അല്ല. തൻ്റെ കഠിനമായ രോഗവും വേദനയും ഉണ്ടായിരിക്കുമ്പോൾ പോലും അദ്ദേഹം മറ്റുള്ള രോഗികളെ ശുശ്രൂഷിക്കാൻ തീക്ഷ്ണമായി ആഗ്രഹിച്ചു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെ ആശുപത്രിയിലുള്ള വ്യക്തികളുടെയും ആശുപത്രി അധികൃതരുടെയും ഒക്കെ പ്രത്യേകമായ ഒരു ശ്രദ്ധയ്ക്ക് ഇദ്ദേഹം കാരണഭൂതനാവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിത സമർപ്പണവും ആത്മാർത്ഥമായ രോഗീ ശുശ്രൂഷയുടെ താല്പര്യവുമെല്ലാം ആശുപത്രി അധികൃതരെ വല്ലാതെ ആകർഷിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ തന്നെ അദ്ദേഹത്തിന് ജോലി നൽകുന്നു. സാവധാനം അദ്ദേഹം ആ ഹോസ്പിറ്റലിന് തന്നെ ഡയറക്ടറായിട്ട് ഉയർത്തപ്പെടുന്നു. അങ്ങനെ ഉന്നതമായൊരു ശുശ്രൂഷ ചെയ്യുകയാണ്. ആ സമയത്ത് കമില്ലസിന് തോന്നുകയാണ്, ആശുപത്രി ജീവനക്കാരിൽ പലരും ആത്മാർത്ഥമായിട്ടല്ല ജോലി ചെയ്യുന്നത്. ഇന്ന് മാത്രമല്ല, ധാരാളം രോഗികളും വേദനിക്കുന്നവരും മുറിവേറ്റവരും ഈ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇനിയും ഏറെ പേർ ആവശ്യമാണ്. വേണ്ടത്ര സമർപ്പണമില്ലാതെ ആളുകൾ ശുശ്രൂഷയിലേക്ക് വരുന്നു. അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഈ നാളുകളിൽ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം ആരംഭിക്കണം. ഇതുപോലെയുള്ള വേദനിക്കുന്ന മുറിവേറ്റ മനുഷ്യർക്ക് വേണ്ടി പുതിയ ഒരു തുടക്കം കുറിക്കണം. ഒരു സമൂഹം തന്നെ രൂപപ്പെട്ടു വരണമെന്ന് വിശുദ്ധ കമില്ലസിൽ ശക്തമായ ഒരു പ്രേരണയുണ്ടാകുന്നു. ഈ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവായ ഫിലിപ്പ് നേരിയുടെ, പുണ്യവാനായ ഫിലിപ്പ് നേരിയുടെ പ്രേരണയ്ക്ക് വിധേയമായി അദ്ദേഹം വൈദിക ജീവിതത്തിലേക്ക് ആകൃഷ്ടനാവുകയാണ്. പൗരോഹിത്യ പഠനത്തിൻ്റെ നാളുകളിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം സാവധാനം തൻ്റെ തീക്ഷ്ണമായ പഠനം പുരോഹിതനായി തീരുവാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടി പഠിക്കുകയാണ്. അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ വലിയ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്നു. അങ്ങനെ ഈശോയുടെ പുരോഹിതനായിട്ട് വേദനിക്കുന്നവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ കമില്ലസ് ദെ ലെല്ലിസ് തയ്യാറാവുകയാണ്.
ലെലിസിൻ്റെ ജീവിതം മുഴുവനും രോഗികൾക്ക് വേണ്ടി, മുറിവേറ്റവർക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഒപ്പം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ഒരു ചുവന്ന കുരിശിൻ്റെ അടയാളം തുന്നിപ്പിടിപ്പിച്ചു, റെഡ് ക്രോസ്. അങ്ങനെയാണ് അതിൻ്റെ ആരംഭം പോലും കുറിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിലേക്കും ഈ ഒരു സമൂഹത്തിലേക്കും ധാരാളം ചെറുപ്പക്കാർ ആകൃഷ്ടരായി കടന്നു വരുന്നു. അവരൊക്കെ ഈ ഒരു അടയാളം, റെഡ് ക്രോസ് തുന്നിപ്പിടിപ്പിക്കപ്പെട്ട ഒരു ഹാബിറ്റാണ് സ്വീകരിച്ചത് സന്യാസ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട്. സാവധാനം അതൊരു വലിയൊരു സന്യാസ സമൂഹമായിട്ട് രൂപപ്പെടുകയാണ്. ധാരാളം ആതുരാലയങ്ങൾ ഈ പുണ്യവാൻ തൻ്റെ ജീവിതകാലത്ത് തന്നെ സ്ഥാപിച്ചു. ഈ ആതുരാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി സന്യാസ സമൂഹം രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ ലോകമെമ്പാടും വ്യാപിക്കുന്ന ഒരു വലിയ സന്യാസ സമൂഹത്തിൻ്റെ തുടക്കമായിരുന്നു അത്, ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ. 1614 ജൂലൈ 14 അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയാകുന്നത്. 1584 പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം തൻ്റെ പൗരോഹിത്യ ജീവിതത്തോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയുടെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരിൽ ക്രിസ്തുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് വലിയ ശുശ്രൂഷകൾ ചെയ്തിട്ട് നിത്യമായ ഭാഗ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. 1625 11-ാമത്തെ വർഷം, മരിച്ചതിന് 11-ാമത്തെ വർഷം, കുഴിമാടം തുറന്നു നോക്കുമ്പോൾ അഴുകാത്ത ശരീരമാണ് അവിടെ കാണുന്നത്. വിശുദ്ധ കമില്ലസ് ദെ ലെലിസിൻ്റെ ജീവിതവിശുദ്ധി മനസ്സിലാക്കിയ ആളുകൾ ധാരാളം അദ്ദേഹത്തെ വണങ്ങുന്നതിനായിട്ടെത്തി. അത്ഭുതകരമായ കാഴ്ചകളൊക്കെ അവരെ വിസ്മയിപ്പിച്ചു. അഴുകാത്ത ശരീരത്തിൽ നിന്നും കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ സൗരഭ്യം എല്ലായിടത്തും പ്രസരിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം പരസ്യമായ വണക്കത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടു. നാമകരണ നടപടികളൊക്കെ പുരോഗമിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും വ്രണത്തിൽ നിന്നും ഒഴുകിയിരുന്ന ദ്രാവകം പോലും ഒപ്പിയെടുത്തുകൊണ്ട് ആളുകൾ പോവുകയും അത് രോഗശാന്തിക്ക് പോലും കാരണമാവുകയും ചെയ്തു. 1640 വീണ്ടും കുഴിമാടം തുറക്കുന്നതിന് ഇടയായി. അപ്പോഴും ആ ശരീരം അഴുകാതെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പും വിളിയും നിയോഗവും വിശുദ്ധ കമില്ലസിൻ്റെ ജീവിതത്തിൽ പ്രകടമായി കാണപ്പെട്ടു. പിന്നീടുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ ജലം കയറുകയും കുഴിമാടം മൂടുകയും ചെയ്തത് വഴി അദ്ദേഹത്തിൻ്റെ ശരീരം പിന്നീട് അഴുകി. എങ്കിലും ഒരു കാലിൻ്റെ ഒരു ഭാഗവും മറ്റു ചില ശരീരഭാഗങ്ങളൊക്കെ ഇപ്പോഴും അഴുകാതെ തന്നെ ഉണ്ട്. അത് അങ്ങനെ അഴുകാത്ത ശരീരഭാഗമായിട്ട് സൂക്ഷിക്കപ്പെടുന്നുമുണ്ട്. 1746 ബെനഡിക്റ്റ് 14 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പുണ്യവാനായ കമില്ലസ് ദെ ലെലിസിൻ്റെ ജീവിതം ലോകത്തിന് വലിയ സ്വാധീനം ചെലുത്തി. ആതുര ശുശ്രൂഷയുടെ, ആശുപത്രികളുടെ, നഴ്സുമാരുടെ ഒക്കെ മധ്യസ്ഥനായിട്ട് അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടു. ഔദ്യോഗികമായിട്ട് സഭ പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശുദ്ധ ജോൺ ഓഫ് ഗോഡ് എന്ന വലിയ പുണ്യവാനെ പോലെ തന്നെ അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് രോഗികളുടെയും ആശുപത്രികളുടെയും നഴ്സുമാരുടെയും ഒക്കെ മധ്യസ്ഥനായിട്ട് ഈ പുണ്യവാൻ ഇന്നും അറിയപ്പെടുന്നു. ഈ പുണ്യവാൻ്റെ ജീവിതത്തിൻ്റെ നാൾവഴികളിലൂടെ യാത്ര ചെയ്ത് നമുക്ക് ആ ജീവിതത്തിൻ്റെ സുഹൃതങ്ങളെക്കുറിച്ച് അടുത്തറിയാനും ധ്യാനിക്കാനും നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. വിശുദ്ധ കമില്ലസിൻ്റെ ജീവിതത്തിലെ സുഹൃതം അനേകരെ ദൈവത്തിലേക്ക് നയിക്കാനിടയാക്കി. അദ്ദേഹത്തിൻ്റെ ത്യാഗസമർപ്പണം, ശുശ്രൂഷ ചൈതന്യം ഈ കാലഘട്ടത്തിലും ഏറെ പ്രസക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. റെഡ് ക്രോസ് തൻ്റെ സ്വന്തം ശരീരത്തിൽ ആദ്യം പതിപ്പിച്ച മനുഷ്യൻ, കുരിശിൻ്റെ ചുവപ്പ് ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ, കുരിശിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഇന്നലകൾ പലപ്പോഴും പലതുകൊണ്ടും തകർന്നതായിരുന്നു. ഇന്നലകളിൽ ഒരുപാട് തകർച്ചകളിലൂടെ അദ്ദേഹം കടന്നുപോയി. യുദ്ധത്തിൽ പങ്കെടുത്ത് യുദ്ധത്തിൽ മുറിവേൽപ്പിച്ച് ഒരുപക്ഷെ മനുഷ്യരെ പലരെയും കൊന്ന ഒരാൾ. യുദ്ധത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അങ്ങനെ ജീവിതത്തിലെ പല സൗഭാഗ്യങ്ങളും വെട്ടിപ്പിടിക്കാനായിട്ട് ആഗ്രഹിച്ച് അതിനൊക്കെ വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ, എല്ലാം നശിപ്പിച്ച് ധൂർത്തടിച്ച് ഇല്ലെന്നാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി, ജീവിതത്തിൽ ആസ്വദിക്കാവുന്ന സുഖങ്ങളൊക്കെ ആസ്വദിക്കുകയും അതിനകത്ത് അർത്ഥമില്ല എന്ന് സാവധാനം തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തി കുരിശിൻ്റെ ചുവപ്പ് സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുന്നു. റെഡ് ക്രോസ് എന്നുള്ള ആ തുടക്കം തന്നെ അദ്ദേഹമാണ് ആരംഭിക്കുന്നത്. അദ്ദേഹം ആരംഭിച്ച കമില്ലിയൻസ് എന്ന സന്യാസ സമൂഹം വൈദികരും സന്യസ്തരും സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന തരത്തിലുള്ളവരും സന്യാസിനികളും വൈദികരും സെക്കുലർ വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രത്യേക വലിയ സംഘടിതമായ മുന്നേറ്റം
അതിൻ്റെയൊക്കെ പിറകിൽ വലിയ ഒരു സമർപ്പണം ഉണ്ടായിരുന്നു, ആ വിശുദ്ധൻ്റെ സമർപ്പണം. ഈ സമർപ്പണത്തിൻ്റെ വഴികളിലെ കുരിശിൻ്റെ ചൈതന്യമാണെന്ന് നമ്മളെ സ്വാധീനിക്കേണ്ടത്. കുരിശിൻ്റെ ചൈതന്യം. ചോര ചിന്തുന്ന മനുഷ്യൻ സ്വയം സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന, കുരിശിൻ്റെ ചുവട്ടിലെത്തുന്ന ഒരവസ്ഥ. കുരിശിൻ്റെ ചുവട്ടിലെ ചോരപ്പാടുകൾക്ക് സ്നേഹത്തിൻ്റെ സ്വഭാവമുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കുരിശിൻ്റെ ചുവട്ടിലെ ചോരപ്പാടുകൾക്ക് മാത്രമാണ് സ്നേഹത്തിൻ്റെ സ്വഭാവമുള്ളത്. മനുഷ്യൻ്റെ ചോര ചിന്തി അവനെ ഇല്ലെന്നാക്കാനുള്ള ശ്രമങ്ങൾ ഈ കാലഘട്ടത്തൊക്കെ ഏറി വരികയാണെന്ന് നമുക്കറിയാം, പലതുകൊണ്ടും. അങ്ങനെ ക്രൂരമായ രീതിയിൽ മനുഷ്യനെ ഇല്ലെന്നാക്കാൻ ശ്രമിക്കുന്ന കുടുംബം മുതൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ, ഏത് മേഖലയിലാണെങ്കിലും അതുപോലെയുള്ള ക്രൂരമായ തരത്തിലുള്ള സമീപനങ്ങൾ, നരഹത്യയുടെ വളരെ പൈശാചികമായ ഭാവങ്ങൾ അരങ്ങേറുന്ന ഈ കാലഘട്ടത്തിലൊക്കെ സ്വയം സമർപ്പിക്കാനും ചോര ചിന്താനും ആത്മാർത്ഥമായിട്ട് വിട്ടുകൊടുക്കാനും സാധിക്കുന്ന ഒരു ജീവിതം. അതാണ് കുരിശിൻ്റെ ചുവട്ടിലെ ചോരയുടെ ഗന്ധവും കുരിശിൻ്റെ ചുവട്ടിലെ ചോരയുടെ സ്നേഹസ്വഭാവവും. അത് തിരിച്ചറിയുക എന്നുള്ള വലിയ ഭാഗ്യത്തിലേക്കാണ് വിശുദ്ധൻ കടന്നു വന്നത്. ആ മനോഹരമായ പാഠങ്ങളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. കാൽവരിയിലെ കുരിശിൻ്റെ സ്വഭാവം. ഈ സ്വഭാവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചുവടുകൾ നിൽക്കാൻ നമുക്കും ആവണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാവം അത് ത്യാഗശുശ്രൂഷയുടേതാണ്. വേദനിക്കുന്നവർക്ക് വേണ്ടി ത്യാഗപൂർവ്വം സമർപ്പിക്കുവാൻ. ഈശോ പറയുന്നു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ വിമോചന മൂല്യമായിട്ട് സ്വന്തം ജീവൻ കൊടുക്കാനും. ആ ഒരു വലിയ ശുശ്രൂഷയുടെ ത്യാഗത്തിൻ്റെ ശൈലി ജീവിതത്തിൽ ഏറ്റുവാങ്ങുക എന്നുള്ള മനോഹരമായ പാഠം. ഈശോ പറയുന്നു മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ, ഈ ചെറിയവരിൽ ഒരുവനും നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ചെറിയവർക്ക് വേണ്ടി സമയം മാറ്റിവെച്ചപ്പോൾ, ത്യാഗം സമർപ്പിച്ചപ്പോൾ, അവർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു. രോഗിയായിരുന്നപ്പോഴും, കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും, വിശക്കുന്നവനായിരുന്നപ്പോഴും, ദാഹിക്കുന്നവനായിരുന്നപ്പോഴും, വസ്ത്രമില്ലാത്തവനായിരുന്നപ്പോഴും ഒക്കെ അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ ആരൊക്കെ കണ്ടുമുട്ടിയോ അവരെയൊക്കെ കരുതലോടെ നിങ്ങൾ കടാക്ഷിച്ചോ, അവർക്കൊക്കെ വേണ്ടി ത്യാഗം സഹിച്ചോ, അവിടെയൊക്കെ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. ഇതൊരു മനോഹരമായ ചോദ്യക്കടലാസാണ്. എപ്പോൾ വേണമെങ്കിലും ഉത്തരം എഴുതാൻ പാകത്തിൽ മുൻകൂട്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചോദ്യപേപ്പർ ലഭിച്ചിട്ടും ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കാതെ പോകുന്നതാണ് വളരെ സങ്കടകരമായ അവസ്ഥ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കടന്നു പോകുന്ന വഴികളിൽ കർത്താവിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണമെന്നാണ് അർത്ഥം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ശ്രദ്ധേയമായ അപ്പസ്തോലിക പ്രബോധനം, എവാങ്കലി ഗൗദിയും, സുവിശേഷത്തിൻ്റെ സന്തോഷം, അതിനകത്ത് അദ്ദേഹം സഭയെക്കുറിച്ച് തന്നെ പറയുന്നത് സഭ കരുതലുള്ള ഒരു അമ്മയാണെന്ന് തന്നെയാണ്. വളരെ വേഗത്തിൽ ഒരു ഫാസ്റ്റ് ട്രാക്കിലൂടെ എന്നതുപോലെ പാഞ്ഞു പോകുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. സാവധാനം നടക്കാനും തളർന്നവരോടൊപ്പം നിൽക്കാനും ഇടറിയ ചുവടുകൾക്ക് ശക്തി പകർന്നുകൊണ്ട് കൂടെ നിൽക്കാനും കഴിയുക എന്നുള്ളതാണ് സഭയുടെ ധർമ്മം. ആ ഒരു ധർമ്മമാണ് പാലിക്കപ്പെടേണ്ടതെന്ന് മാർപ്പാപ്പ വളരെ ശക്തമായ ഭാഷയിൽ, പ്രായോഗികമായ ശൈലിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ അപ്പസ്തോലിക പ്രബോധനത്തിൽ. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ട്രാക്കിലൂടെ നമ്മളൊക്കെ പാഞ്ഞു പോവുകയാണ്, പലതും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, പലതും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. സഭയുടെ തലങ്ങളിൽ പോലും നമ്മളൊരു പക്ഷെങ്കിൽ അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടാൻ വേണ്ടിയിട്ട് ഓടുമ്പോൾ ഇടറി വീഴുന്ന ജീവിതങ്ങൾ അവഗണിക്കപ്പെടുന്നത് ഒരിക്കലും അരുതാത്തതാണെന്നാണ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ. സുവിശേഷത്തിൻ്റെ ഈ വെളിച്ചം, ചെറിയവരോടുള്ള കരുതൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ചെറിയവരെ കരുതിയവരൊക്കെ വലിയവരായിട്ട് ലോകത്തിന് മുമ്പിൽ അറിയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ലോകത്തിന് മുമ്പിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ലോകം പോലും ഇത്തിരി കഴിഞ്ഞിട്ടാണെങ്കിലും ഈ മഹത്വം തിരിച്ചറിയും. മദർ തെരേസയുടെ ജീവിതത്തിൽ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ, അനുഭവങ്ങൾ. മദർ തെരേസ ഒരു രോഗിയെ ശുശ്രൂഷിക്കുകയാണ്. മുറിവേറ്റ് പുഴുവരിക്കുന്ന ശരീരമുള്ള രോഗി, ചലം വമിക്കുന്ന വ്രണങ്ങൾ ശുശ്രൂഷിക്കുന്ന വേളയിൽ സ്നേഹത്തോടെ പരിചരിക്കുമ്പോൾ ആ രോഗി മദർ തെരേസയോട് ചോദിക്കും, നിങ്ങളാണോ ക്രിസ്തു? നിങ്ങളാണോ ക്രിസ്തു? ഈ ചോദ്യം എന്നോടും നിങ്ങളോടും ആരെങ്കിലും എന്തെങ്കിലും ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രം മതി രക്ഷയുടെ ഒരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു എന്ന് ഉണ്ടാകാൻ. ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് പലപ്പോഴും പകച്ചു നിൽക്കാനേ പറ്റുകയുള്ളൂ. ആരെങ്കിലും നമ്മെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എത്രയോ അനുഗ്രഹീതമാണ് ആ ജീവിതം. ഈ പാവങ്ങളുടെ അമ്മയുടെ ജീവിതത്തിൽ തന്നെ മറ്റൊരു സംഭവമുണ്ട്. ഒരിക്കൽ കൽക്കട്ട പട്ടണം, വർഷങ്ങൾക്കപ്പുറത്ത് കൽക്കത്ത പട്ടണം ചുവന്ന തെരുവ് എന്ന നിലയിലേക്ക് എന്ന് വെച്ചാൽ ചെമ്പടയുടെ വലിയ ഒരു ആഘോഷമായ വിപ്ലവ യാത്ര നടക്കുന്ന വേളയാണത്. ആരോ ഒരാൾ കൊല്ലപ്പെട്ടത്.
ചെമ്പടയുടെ മാർക്സിസ്റ്റ് ചെമ്പടയുടെ ശക്തമായ ഒരു ആഘോഷപരമായ ഒരു ഘോഷയാത്ര കടന്നു പോകുന്ന വഴിയാണ്. ഒരു വാഹനം പോലും കടത്തിവിടാൻ അവർ അനുവദിക്കില്ല. വിപ്ലവ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ജനം ഒരുമിച്ച് ഒരു കടൽ പോലെ നീങ്ങുകയാണ്, ചെങ്കടൽ പോലെ നീങ്ങുകയാണ് ഒരു സമുദ്രം. അങ്ങനെ നീങ്ങിപ്പോകുന്ന വഴിയിൽ എല്ലാ വാഹനങ്ങളും തടയപ്പെട്ടു. അപ്പോഴതാ ഏതോ ഒരിടത്ത് ഉറുമ്പരിച്ചു കിടന്ന ഒരു രോഗിയെ, ഒരു നിരാധാരനെ വാരിയെടുത്തുകൊണ്ട് മദർ തെരേസായുടെ ആംബുലൻസ് മറുവശത്തു നിന്നും കടന്നു വരുന്നു. ഒരു വാഹനവും കടത്തിവിടാതെ ഇരുന്ന ചെമ്പട ചെങ്കടൽ മുറിയുന്നത് പോലെ രണ്ടായിട്ട് ഭേദിക്കുകയാണ്. നേതാക്കന്മാർ മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു ജനങ്ങളോട്. അതിൻ്റെ നടുവിലൂടെ ചെങ്കടൽ കടന്ന് മോശയും സമൂഹവും കടക്കുന്നത് പോലെ മദർ തെരേസയുടെ ആംബുലൻസ് കടന്നു പോകുന്ന ഒരു കാഴ്ച ചരിത്രത്തിലെ ഒരു ഓർമ്മക്കുറിപ്പാണ്. വേദനിക്കുന്നവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ കഴിയുമ്പോൾ, നിരാധാരരോടൊപ്പം ഇരിക്കാൻ കഴിയുമ്പോൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാൻ്റെ സ്നേഹം നിറയും. അവിടെ ദൈവത്തിൻ്റെ കൃപ നിറയും. ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ പറ്റും. അവിടെ സന്തോഷവും സമാധാനവും നിറഞ്ഞു കവിയും. ജീവിതം ഈ ഭൂമിയിൽ ഒന്നേ നമുക്കുള്ളൂ. അത് വേദനിക്കുന്നവർക്ക് വേണ്ടി, ചെറിയവർക്ക് വേണ്ടി കൂടി മാറ്റിവെക്കാൻ കഴിയുന്നതാകുമ്പോൾ ഈ ജീവിതം അർത്ഥപൂർണമാകും, അനുഗ്രഹിതമാകും, കൃപ നിറഞ്ഞതാകും. ഈ വഴിയിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ ഏറെയുണ്ട് എന്ന് പുണ്യവാനായ കമില്ലസ് നമ്മെ പഠിപ്പിക്കുകയാണ്. മിശിഹായുടെ പാതയിൽ കൂടെയുള്ള യാത്ര, കുരിശിൻ്റെ വഴിയിൽ കൂടെയുള്ള യാത്ര, അവരനോടുള്ള കരുതലോടുകൂടി യാത്ര. അതുകൊണ്ട് ഈ കരുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായിട്ട് മാറട്ടെ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇത് ആരംഭിക്കണം. ഒരുപക്ഷെ മറ്റു പല സ്ഥലങ്ങളിലേക്കൊന്നും പോയി വലിയ കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഇല്ല. അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ആരംഭിക്കണം. വീട്ടിൽ തന്നെ വൃദ്ധരായ മാതാപിതാക്കൾ നിരാശയിൽ കഴിയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ രോഗികളായിട്ടുള്ളവർ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ വലിയ തിന്മയാണത്. ജീവിതം മുഴുവനും നമുക്ക് വേണ്ടി മാറ്റിവെച്ച, മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്ത് മുറിച്ചു കൊടുത്ത മാതാപിതാക്കൾ അവഗണനയുടെ അഗണ്യകോടിയിലേക്ക് തള്ളപ്പെടുന്നുണ്ടെങ്കിൽ, അവരൊക്കെ ഇറമ്പത്തേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ അപകടകരമായ ഒരവസ്ഥയുണ്ട്. പാപത്തിൻ്റെ കൊടിയ അവസ്ഥകളുണ്ട്. ഇറമ്പുകളിൽ ഉള്ളവരെ കരുതലോടുകൂടി കാണുവാനുള്ള വിളി സഭയ്ക്കുണ്ടെന്ന് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇറമ്പുകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ആധ്യാത്മികതയായിരിക്കണം തിരുസഭയുടെ ആധ്യാത്മികത. ഫ്രാൻസിസ് പാപ്പ എടുത്തു പറയും. അപ്പോൾ ഇറമ്പുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് നീങ്ങിച്ചെല്ലുന്ന ഒരു ചൈതന്യം മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. തികഞ്ഞ ക്രൈസ്തവ ചൈതന്യത്തോടെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആരെങ്കിലുമൊക്കെ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. ഭവനത്തിൽ ആരംഭിച്ച് ചുറ്റുവട്ടങ്ങളിലൂടെ വ്യാപിച്ച് നമ്മുടെയൊക്കെ ഇടവക സമൂഹത്തിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലും മറ്റ് വ്യത്യസ്ത മേഖലകളിൽ ഈ തീക്ഷ്ണതയോടുകൂടി നമുക്ക് നടക്കാം. ഈ ചൈതന്യത്തോടു കൂടി നമുക്ക് ചുവടുകൾ വയ്ക്കാം. പുണ്യവാനായ കമില്ലസിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ചുവട് വെക്കാനില്ലാത്ത ദിവസങ്ങൾ നഷ്ടമായി കരുതുക. അവരെൻ്റെ മുഖത്ത്, മുറിവേറ്റവൻ്റെ മുഖത്ത്, വേദനിക്കുന്നവൻ്റെ മുഖത്ത് മുറിവേറ്റ മിശിഹായെ കാണുവാനുള്ള ഭാഗ്യമുണ്ടാവുക. അതിന് നമുക്കിടയാവട്ടെ. ഇന്നൊക്കെ കുറേയേറെ ആളുകൾ ആ വഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അനാഥ ആലയങ്ങളിലേക്ക് ആളുകൾ ശുശ്രൂഷയ്ക്കായിട്ട് ചെല്ലുന്നുണ്ട്. അവഗണിക്കപ്പെട്ട മേഖലകളിലുള്ളവർക്ക് ആശ്രയമായി മാറുന്നുണ്ട്. ഭിക്ഷാടക മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ ധാരാളമുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഈ ക്രൈസ്തവ ശുശ്രൂഷകളൊക്കെ ഈ കാലഘട്ടത്തിൽ മിശിഹായെ അടയാളപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളാണെന്ന് നമുക്ക് ഓർത്തിരിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം തികഞ്ഞ ഒരു സാക്ഷ്യമായി മാറട്ടെ. കർത്താവിൻ്റെ വലിയ ചൈതന്യമായിട്ട് നമുക്ക് മാറാൻ കഴിയട്ടെ. പുണ്യവാനായ കമില്ലസിൻ്റെ ജീവിതത്തിൻ്റെ മാതൃക നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ കൂടുതൽ ശോഭിതമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് തിരിയാം. നല്ല ദൈവമേ, അങ്ങേ സന്നിധിയിൽ എളിയവരും പാപികളുമായ ഞങ്ങളെ സമർപ്പിക്കുന്നു. വിശുദ്ധ കമില്ലസിനെ പോലെ ശുശ്രൂഷയുടെ വലിയ പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് പഠിപ്പിച്ചു തരണമേ. ശുശ്രൂഷയായിരുന്നുവല്ലോ അങ്ങയുടെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ സമർപ്പണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ ജീവിതമൂല്യമായി സ്വന്തം ജീവൻ സമർപ്പിക്കുവാനും വേണ്ടിയാണെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ല ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന വിധം ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉദാത്തമായ ശുശ്രൂഷ ചെയ്യുവാൻ, മറ്റുള്ളവരിൽ, രോഗികളിൽ, വേദനിക്കുന്നവരിൽ, മുറിവേറ്റവരിൽ, അനാഥരിലൊക്കെ അങ്ങയുടെ തിരുമുഖം കണ്ടുകൊണ്ട് അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാവട്ടെ. അങ്ങനെ വേദനിക്കുന്നവർക്ക് വേണ്ടി, നിരാധാരരായവർക്ക് വേണ്ടിയൊക്കെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ വിശുദ്ധ കമില്ലസിനെ പോലെ എളിയവരായ ഞങ്ങളെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ.
ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും തെറ്റുകളും സ്വാർത്ഥവുമെല്ലാം ക്ഷമിച്ചുകൊണ്ട് അവിടുന്ന് നിൻ്റെ വലം കൈ നീട്ടി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ.